പ്രഭാതവന്ദനങ്ങൾ. സഹനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭൗതികമായിട്ട് മാത്രമുള്ളതല്ല, അതിനേക്കാളും വളരെയധികം വേദനാജനകമാണ് സൈക്കോളജിക്കലായിട്ട് മാനസികമായിട്ടുള്ള സഹനങ്ങൾ. ഒരു രോഗം വരുന്നതും മറ്റുള്ളവരാൽ ശരീരത്തിന് ഏൽക്കുന്ന ഉപദ്രവങ്ങളും ഒക്കെയും ഒരു പരിധി വരെ റിക്കവർ ചെയ്യാൻ സാധിക്കുമെങ്കിലും നമുക്ക് മാനസികമായി ഏൽക്കുന്ന മുറിവുകൾ, ആ സഹനങ്ങൾ ഒത്തിരി പ്രയാസമാണ് അതിൽ നിന്ന് കരകയറി വരുവാൻ. നമുക്കറിയാം, യേശുക്രിസ്തു ഗൗൽത്ത മലയിലേക്ക് കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് തലേ ദിവസം ഗസ്തമനയിലിരുന്ന് വളരെയധികം ദുഃഖത്തിൽ വലിയ ആഗണിയിലായിരുന്നു കരയുന്നതായിട്ട്. അതിനുശേഷം പൗലോസ് 2 കൊരിന്ത്യർ 2:4 പൗലോസ് ഇപ്രകാരം എഴുതുന്നുണ്ട്: വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടി ഞാൻ നിങ്ങൾക്കിത് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല. കടന്നുപോയിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള വേദനകൾ പത്രോസിൻ്റെ ജീവിതത്തിലും യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം കരയുന്നുണ്ട്. അത് ആ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന. അങ്ങനെ മാനസികമായിട്ടുണ്ടാകുന്ന വേദനകൾ, ദുഃഖങ്ങൾ, ആ ഒരു മുറിവുകൾ, അത് ഒത്തിരി പ്രയാസമാണ് അതിൽ നിന്നും കരകയറി വരുവാനായി. മാത്രമല്ല, അതൊരു പക്ഷേ നമുക്ക് പല ഭൗതികമായിട്ടുള്ള രോഗങ്ങൾക്ക് വഴിതെളിക്കുകയും ഉണ്ടാകും. എന്നാൽ അപ്പോഴൊക്കെയും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ ഏറ്റവും വളരെയധികം മനോവ്യതയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. അതിനൊരു വചനമാണ് ആവർത്തന പുസ്തകം 33:27. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ദൈവമാണ് നമ്മുടെ സങ്കേതം. കർത്താവ് നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നു. ഈ വേദനകളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, മുറിവുകളിൽ നിന്നുമൊക്കെ പുറത്തു വരുവാൻ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ചാട്ടെ. അപ്പോൾ എല്ലാ വേദനകളിൽ നിന്നും, സഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുവാനുള്ളൊരു കൃപ കർത്താവ് നമുക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ മാനസികമായിട്ടുള്ള വ്യതകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, പെയിനുകളിലൂടെ, മുറിവുകളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ തന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എല്ലാം അറിയുന്നു, അങ്ങെല്ലാം കാണുന്നു. അതിൽ നിന്നും വെളിയിലോട്ട് വരുവാൻ, പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം ഒരു കൃപ അങ്ങ് കൊടുക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.